എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫോർച്യൂണർ, നമ്മുടെ ഒരു ഫോർച്യൂണർ കിടപ്പുണ്ട്, ടൊയോട്ടയുടെ ഫോർച്യൂണർ 2022 മോഡൽ നമ്മുടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ഹെൽത്ത് വ്ലോഗ്സ്. ഈ കിടക്കുന്ന സാധനമാണ് കേട്ടോ, ഒരു രക്ഷയില്ല മോനെ. ഇപ്പൊ ഇതിലാണ് ഞാൻ ഇപ്പം വന്നത്. അപ്പോൾ ഞാൻ ചേർത്തലയിൽ നിന്ന് നേരെ കൊല്ലത്തേക്ക് ട്രെയിനിൽ വന്നു. അവിടുന്ന് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, ഫ്രണ്ടിന്റെ വണ്ടിയാണിത്. വിഷ്ണു എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ആ ചേട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ നേരെ ആ ചേട്ടനെ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ ചേട്ടൻ വന്നേക്ക് നമുക്ക് വണ്ടി നീ എന്തെങ്കിലും ചെയ്തോളാനാ പറഞ്ഞത്. നേരെ നമുക്ക് വണ്ടി ഇനി റിവ്യൂലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നുണ്ടല്ലോ, ഇതിന്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഇതുണ്ടോ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ലോഗോ തന്നെയാണ്. ഇത് ഇപ്പോൾ ലോഗോ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഗ്രില്ലാണ്. ഗ്രില്ല് തന്നെയാണല്ലോ ഭയങ്കര ഒരു വ്യത്യാസം തന്നെ. ആ പഴയ ആ മോഡലിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇച്ചിരി അട്രാക്റ്റീവ് തോന്നിക്കുന്ന ആ ഗ്രില്ല്. പിന്നെ നമ്മൾ നോക്കുന്നതിന്റെ ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. ഹെഡ്ലൈറ്റ് കണ്ടോ, ഇങ്ങനെ ഒരു DRL ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഫുൾ ടൈം അത് ഓൺ ആയിരിക്കും. അതേപോലെ എൻ്റെ ഫോഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെന്താ നോക്കുന്നത്, പിന്നെ ഇതിൻ്റെ 360 ക്യാമറ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അത് കമ്പനിയിൽ തന്നെ നമ്മൾ ചെയ്യിച്ചാണ് കേട്ടോ. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അതായത് 4 മൂലയ്ക്കും ക്യാമറ ഉണ്ട്. നമ്മളിപ്പം അത് ഈ കമ്പനി തന്നെ നമുക്ക് ചെയ്തു തരുന്നതാണ്, നമ്മൾ പറഞ്ഞിട്ട് ചെയ്ത് തന്നിട്ടുള്ളതാണ് ഇതിൻ്റെ 360 ക്യാമറ കേട്ടോ. ഇതിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ കണ്ടോ നല്ലൊരു അടിപൊളിയല്ലേ. പിന്നെ ഇതിൻ്റെ ടയർ മാക്സിൻ്റെ ഓൾ ടെറൈൻ ടയറാണ് നമ്മൾ ഇതിൽ കയറ്റിയിരിക്കുന്നത് കേട്ടോ. കണ്ടതേ എല്ലാം ഫുള്ള് ഡീക്രോം ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി. അടിപൊളിയായിട്ട് ഇതിൻ്റെ സൈഡ് തന്നെ നമുക്ക് നല്ല ഒരു ബീസ്റ്റ് ലുക്ക് നോക്കിയേ. പിന്നെ നമ്മൾ ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുവാണെങ്കിൽ 2.8 ലിറ്റർ ഫുള്ളി ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഡീസൽ കപ്പാസിറ്റി 80 ലിറ്റർ ആണ് കേട്ടോ. അതിൻ്റെ ബാക്കിലേക്ക് പോകണമെങ്കിൽ എൻ്റെ ടെയിൽ ലാമ്പ് ഇങ്ങോട്ടേക്ക് നല്ല ഫ്രണ്ടിലേക്ക് തള്ളിയിരിക്കുന്ന പോലത്തെ ഒരു ടെയിൽ ലാമ്പ് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ടെയിൽ ലാമ്പുണ്ട്. അതിൻ്റെ സ്റ്റെപ്പിന് വരുന്നത് ഏറ്റവും താഴത്താണ് അതിൻ്റെ സ്റ്റെപ്പിനൊക്കെ വരുന്നത്. അടിപൊളി. നമുക്കിനി നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിക്കി സ്പേസ് നോക്കുവാണെങ്കിൽ ഏകദേശം 100 ലിറ്ററിൻ്റെ അകത്ത് ഇപ്പം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് ഈ സൈഡ് ഈ ഒരു സീറ്റ് നമുക്ക് മടക്കി വെക്കാം കേട്ടോ. മടക്കി വെച്ചാൽ ഏകദേശം ഒരു 200 ലിറ്ററെങ്കിലും നമ്മൾ ഇതിനകത്ത് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. അടിപൊളി ഡിക്കി സ്പേസ് ഒക്കെയാണ്. അടിപൊളി. ഇത് 1 ടച്ചാണ് കണ്ടത്. 1 ടച്ച് ഇത് ഓഫ് ആവും. പൊളി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം കേട്ടോ. അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തേക്ക് കയറുവാണ്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഈ ഡോറിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം ഇതിനുണ്ട്. അതിൻ്റെ നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു എൻജിൻ ബട്ടൺ, ഇതിൻ്റെ താഴത്ത് പാർക്കിംഗ് ഓരോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് തുറക്കുന്നത് എല്ലാം ഉണ്ട്. പിന്നെ അത് നല്ല അടിപൊളി ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം JBLൻ്റെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്ക് വരാൻ നേരത്ത് ഇത് നമ്മളുടെ സീറ്റിലേക്ക് എയർ കണ്ടീഷൻ വരുന്ന സംഭവം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വണ്ടി ഇങ്ങനെ പതുക്കെ ഇറങ്ങിപ്പോകാനുള്ള സ്വിച്ചാണിത്. ഇത് പിന്നെ 4x4 ഇടുന്നത്. ഇതിപ്പം 2 ഉണ്ട്, 4x4 ഉണ്ട്. പിന്നെ L4 എന്ന് വെച്ചാൽ ഇപ്പോൾ പാറയിലൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് ഓരോ വീൽ സൈസും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ലോക്ക് ചെയ്ത് പോകത്തില്ലേ, അതാണ് ഈ L4 എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ അത് 3 മോഡുകളാണ് കേട്ടോ ഉള്ളത്. ഇതുണ്ടോ സ്പോർട്ട് മോഡ്, നോർമൽ മോഡ്, എക്കോ മോഡ്. പിന്നെ ഓരോ കൺസോളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മറ്റേ ഇതിൻ്റെ കൺസോളാണ്, അതായത് ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺസോളാണ് എന്നൊക്കെ. പിന്നെ പറയുവാണെങ്കിൽ കുറേയൊക്കെ ഉണ്ട്. ഇത് ഗിയർ, പാർക്ക് മോഡ്, നോർമൽ, ന്യൂട്രൽ, ഡ്രൈവ് അതൊക്കെ ഉണ്ട്. ഓക്കെ ഡ്രൈവോ. പിന്നെ ഇവിടെ ലൈറ്റ് ഇവിടെ ഇങ്ങനെ സ്വിച്ച് ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ബോക്സ് ഉണ്ട്, ഗ്ലാസ് വെക്കുന്നൊരു സംഭവമുണ്ട്. ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ടിൽ. പിന്നെ ഇത് ഓട്ടോമാറ്റിക് സംഭവമാണ്, അതായത് ഗ്ലാസ് 360 ക്യാമറയുടെ ഇതുണ്ട്. ഡാഷ് ക്യാമറ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഈ ബോട്ടിൽ ഹോൾഡർ ഉണ്ട് കേട്ടോ. അത് 2 സൈഡിലും ഉണ്ട് കേട്ടോ. ആ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. അങ്ങനെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു വേറെ ലെവൽ സാധനമാണ്. ഇതിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ മറ്റേ ആപ്പിൾ പ്ലേയും വർക്ക് ചെയ്യും, ആൻഡ്രോയിഡും വർക്ക് ചെയ്യും കേട്ടോ. എല്ലാം ഉണ്ട്. അടിപൊളി സീറ്റാണെങ്കിലും അടിപൊളി സീറ്റൊക്കെയാണ്.
പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ് സ്ഥലമൊക്കെ ഉണ്ട്. കുറേ പേര് ഇരിക്കാം. അതുപോലെ ബാക്കിലും ഉണ്ട്. ഇതൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്.